ഹലോ, അതെ സത്യശീലൻ മുതലാളിയാണ്. ക്ലബോ? വാർഷികോ? ആ, എത്ര? 2000? ആ, ശരി ശരി. അപ്പോൾ അവിടെ കമ്പനി പോയി വാങ്ങിച്ചോ കേട്ടോ. ആ, 2000 രൂപ സംഭാവന കൊടുക്കാൻ വേണ്ടി ഞാനവിടെ പറയാം. ഓക്കെ ഓക്കെ. 2000 പോയി. ഹലോ, അതെ സത്യശീലൻ മുതലാളിയാണ്. എന്താ ജില്ലാ സമ്മേളനം? കഴിഞ്ഞ മാസം ജില്ലാ സമ്മേളനത്തിന് ഞാൻ പൈസ തന്നാണല്ലോ. ഇല്ല ഇല്ല, കുഴപ്പമില്ല. അതെ, ഒന്നുകൂടെ തന്നാലും പ്രശ്നമൊന്നുമില്ല. ആ, എത്ര? 5000? ആ, ശരി ശരി. ആ, എന്നാ പിന്നെ സംഭാവന ഞാൻ എഴുതിക്കോ. ആ, ഓക്കെ 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 ഓക്കെ. അപ്പൊ രാവിലെ തന്നെ 5000 രൂപയുടെ ബിസിനസ് നടന്നല്ലേ? അതിന്നൊരു 2000 രൂപ എനിക്കെടുത്ത് തരരുത്. 5000 രൂപ ലാഭം കിട്ടിയ കാര്യമല്ല പറയുന്നത്, സംഭാവന കൊടുത്ത കാര്യമാണ്. ഇന്ന് സംഭാവന 5 × 2 = 7000 രൂപ. സത്യശീലൻ മുതലാളിയൊക്കെ ആവുമ്പോഴത്തേനും ഒരു 15000 രൂപയെങ്കിലും കുറഞ്ഞത് കൊടുക്കണം. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാനൊരു ചെറുകിട സ്ഥാപനത്തിന്റെ മുതലാളിയാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും എന്നെ മുതലാളി മുതലാളി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് സംഭാവന കൊടുത്തില്ലെങ്കിൽ, പിന്നെ മാത്രമല്ല ഈ രാഷ്ട്രീയക്കാർക്ക് സംഭാവന കൊടുത്തില്ലെങ്കിൽ അവന്മാർ ഒരു കാരണമില്ലാതെ വന്ന് കമ്പനി പൂട്ടിക്കും. അതിന് നിൽക്കണോ? അല്ലെങ്കിൽ ഇപ്പൊ അവിടെ എല്ലാം നല്ല ഭംഗിയായിട്ടാ നടക്കണേ. അല്ല സത്യേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ ഈ നിമിഷം വരെ അവിടെ നിന്ന് ഒരു 10 പൈസ ഉപകാരം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ശ്യാമളെ, നീ ചപ്പാത്തി പരത്തുന്നത് പോലെയല്ല ചവിട്ടുമെത്ത ഫാക്ടറി. ആദ്യം നമ്മൾ അതിന്റെ മാർക്കറ്റ് പിടിച്ചെടുക്കണം. അതിനൊരു ഇത്തിരി സമയമെടുക്കും. എത്ര സമയം സത്യേട്ടാ? അതിനു മുമ്പ് എന്റെ അച്ഛൻ വന്ന് നിങ്ങളുടെ കുത്തിന് പിടിക്കും. എന്റെ അനിയത്തിന് കെട്ടിക്കാൻ വെച്ച പൈസ എടുത്തല്ലേ അന്തസ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ട് തന്നത്. ചിരിച്ചോ? ആദ്യത്തെ കുറേ വർഷത്തേക്ക് ലാഭത്തെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല എന്നാണ് വ്യവസായ വകുപ്പിൽ നിന്ന് വന്ന് ക്ലാസ് എടുത്തിട്ടുള്ള സാറുമാർ പറഞ്ഞത്. അവസാനം തെണ്ടി കുത്തുപാളെടുത്തേ തേരാപ്പാര നടക്കുമ്പോഴേ ഈ വ്യവസായ വകുപ്പിൽ ഉദ്യോഗസ്ഥരൊന്നും കാണൂല. നിങ്ങൾ നോക്കിക്കോ, പഠിക്കും. എടി ശ്യാമളെ, നിനക്ക് ബിസിനസിന്റെ മനഃശാസ്ത്രം അറിഞ്ഞുകൂടാ. ആദ്യം നമ്മൾ വില കുറച്ച് വേണം സാധനം മാർക്കറ്റിൽ ഇറക്കാൻ. ആവശ്യക്കാർ കൂടി വരുമ്പോഴേ വില കൂട്ടാൻ പറ്റൂ. ശ്യാമളമാർക്ക് ചവിട്ടുമെത്ത കിട്ടിയേ പറ്റൂ എന്ന ആളുകൾക്ക് വരുമ്പോ നമ്മൾ വില കൂട്ടും. അപ്പോഴേ ലാഭം കിട്ടൂ. ഞാനിപ്പോ എത്ര നാളായി കേൾക്കണു, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എനിക്കൊന്നും മനസ്സിലാവണ്ട. പക്ഷെ നിങ്ങളെ കടക്കാര് ചവിട്ടി തേക്കും. അപ്പൊ നിങ്ങൾ പഠിക്കും. കടമില്ലാത്ത ആളുകളുണ്ടോടി? ഹായ് അച്ഛൻ. എവിടെ? അതെ, ഞാൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയാലോ? ഒന്ന് നിൽക്കണേ. ഒരുപാട് തവണ വന്നിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. അതെ അതെ അതെ. എന്താ ഒന്നും പറയാതെ പോന്നേ? എന്നാ പറയാനാടി, പറഞ്ഞിട്ട് വന്ന ഇയാളെ കാണാൻ പറ്റാറുണ്ടോ? അമ്മ എന്താ സുഖമായിരിക്കും. അമ്മനെ കൊണ്ടുവരാൻ എന്താ? നിങ്ങൾക്കൊന്നും അങ്ങോട്ട് വന്നാലെന്നാ? അച്ഛനൊന്ന് ഫോൺ ചെയ്തിരുന്ന ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. സത്യശീല, ഒരു കാര്യം പറയുമ്പോ കിടന്ന് ഉരുളരുത് കേട്ടോ. ഇല്ല ഇല്ല, അനവധി തവണ ഞാൻ വിളിച്ചു പറഞ്ഞ. ഇനി വളച്ചുകെട്ടില്ലാതെ വന്ന കാര്യം അങ്ങ് പറയാം. ഇവളുടെ അനുജത്തി കൊച്ചിന് ഒരു ആലോചന വന്ന കാര്യം ഇയാളോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ചെറുക്കൻ്റെ വീട്ടുകാരെ ആ കാശ് അടുത്ത ആഴ്ച കൊടുക്കാൻ അങ്ങ് പറഞ്ഞിരിക്കുക. ആണോ? അയ്യോ അച്ഛാ, അവർ ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ കൊടുക്കണ്ടേ? ആണോ? എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? അത് പച്ച ഒരു 10 ലോഡ് ചവിട്ടി നമ്മൾ കണ്ണൂർക്ക് കയറ്റി അയക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു 8-10 ലോഡ് വിശാഖപട്ടണത്തേക്കും ഞങ്ങൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ വിശാഖപട്ടണത്തിലേക്കോ കണ്ണൂർക്കോ എങ്ങോട്ടാണെങ്കിൽ കയറ്റി അയച്ചായിരുന്നു. എന്റെ കാശ് ഇങ്ങോട്ട് തന്നിട്ട് പറ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു 3 കളറ്, പച്ച, ചുവപ്പ്, മഞ്ഞ, നമ്മൾ ഒറ്റ കളറാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് ഒറ്റ ചവിട്ടി തന്നെ 3 കളറ്. അപ്പോൾ അതിന് നല്ല മാർക്കറ്റ് ഉണ്ടാവും. സത്യശീല, ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തൻ്റെ ഈ സൗമ്യമായുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, ഇതാ എന്നെ കൊടുക്കുന്നത് പലപ്പോഴും. ഈ കളി ഇനി അടക്കുകയല്ല. അതെ, എനിക്ക് തലക്ക് വട്ടുപിടിച്ച് അടക്കുവാ ഞാൻ. പിന്നെ വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് അച്ഛാ, നമ്മൾ ഈ വാടക വണ്ടി വിളിച്ചിട്ടാണ് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്കൊരു സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അതിന് ലാഭം. ശ്യാമളെ, എൻ്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. സത്യേട്ടൻ തരും. സത്യം ഒരു ഡേറ്റ് പറ. അത് ഇയാളെ എന്നാ പരിപാടി? അത് തുറന്നങ്ങ് പറഞ്ഞേരെ. അല്ല, അതിപ്പോ ഈ ചവിട്ടുമെത്ത പരിപാടി തന്നെ. സത്യശീല, തന്നെ ഒരു മരുമകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്, എന്റെ സ്വന്തം മകനായിട്ടാ. ഇയാൾ വെറുതെ തമാശ കളിക്കാതെ എന്റെ കാശൊന്നു തരുമെന്ന് പറയാന്നേ. ഹലോ, അതെ സത്യശീലൻ മുതലാളിയാണ്. പഞ്ചായത്തു നിന്നോ? ഇവിടെ കമ്പനിയിലോ? ആ ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ ശ്യാമളെ,
പഞ്ചായത്തിൽ നിന്ന് എന്തോ ടാക്സിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അവിടെ ആള് വന്നിട്ടുണ്ട്. ഞാൻ കമ്പനി വരെ ഒന്ന് പോയിട്ട് വരാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓഹോ, അല്ല അച്ഛനിപ്പോ പോവല്ലോ ഇല്ലല്ലോ അല്ലേ? കാശ് തന്നാ പോവായിരുന്നു, കിട്ടുവോ? സത്യേട്ടാ, അച്ഛനോട് ഇതിന് പറഞ്ഞിട്ട് പോ. പറഞ്ഞിട്ട് പോയി.